ഗുഡ് മോർണിംഗ്. ഇന്നലെ വേഗം ക്ലാസ് നിർത്തിയില്ലേ? അപ്പം നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് കമ്പനി മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആയിരുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി ഫസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കമ്പനിയിൽ ഷെയർസ് എടുക്കുന്നത് വളണ്ടറി ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ നിയമത്തിന്റെ മുൻപിൽ കമ്പനിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. മൂന്നാമത്തത് പെർപെക്ച്വൽ സക്സഷൻ, അതായത് കമ്പനി അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അത് ഉണ്ടാക്കിയവരാരും മരിച്ചു പോയാലും എന്തൊക്കെയാണെങ്കിലും കമ്പനിക്ക് ഒരു കുഴപ്പമുണ്ടായിരിക്കില്ല, കമ്പനി അവിടെ നിലനിൽക്കുന്നതായിരിക്കും. അടുത്തത് ലിമിറ്റഡ് ലൈബിലിറ്റി. ലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സിന്റെ ലൈബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ എത്ര രൂപയ്ക്കാണോ ഷെയർ വാങ്ങിയിട്ടുള്ളത് അതനുസരിച്ച് കമ്പനിയിലെ കോൺട്രാക്ട് അവർ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ലൈബിലിറ്റീസ് ഫ്യൂച്ചറിൽ വരുമ്പോൾ എത്രമാത്രം ലൈബിലിറ്റി ഇവർ മീറ്റ് ചെയ്യുമെന്നുള്ളത്. അതായത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ആരും ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ ലൈബിലിറ്റി ഒന്നും ഏറ്റെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കില്ല. എപ്പോഴും കമ്പനിയുടെ ലൈബിലിറ്റി ലിമിറ്റഡ് ലൈബിലിറ്റി ആകാനാണ് ചാൻസ് ഉണ്ടാകുന്നത്. അടുത്തത് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കമ്പനിയുടെ ഷെയർസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത് അങ്ങനെ നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, കമ്പനി എന്തായിട്ടാണ് കാണുന്നത്? ലീഗൽ പോയിന്റിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കോർപ്പറേറ്റ് തേർഡ് സെമ്മിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള സീൽ ഉണ്ടായിരിക്കും സിഗ്നേച്ചറിന് പകരം. ഇനി അങ്ങനെയുള്ള സീലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോമൺ സീൽ. കമ്പനിയുടെ ഇതായിട്ട് വരുന്നതാണ് കോമൺ സീൽ. അടുത്തതാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനിയെ ഒരു ലീഗൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ് സൊസൈറ്റിയിൽ. കോമൺ സീൽ ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് കമ്പനിക്ക് ഉണ്ടാകുമ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള ഇതുണ്ടായിരിക്കും? കമ്പനിക്ക് ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനിക്ക് കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന കമ്പനിക്കെതിരെ നമുക്കും കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. That is, a company can sue and be sued in its corporate name. ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, കമ്പനി ഫോം ചെയ്യാനായിട്ട് നമുക്ക് കുറേ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ബിസിനസ്സിൽ എമൗണ്ട് നമുക്ക് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് എൻ്റെ വേറൊരു ഫീച്ചറാണ്, ക്യാപിറ്റൽ വളരെ കൂടുതലായിരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, വൈൻഡിങ് അപ്പ് റെപ്രസെന്റ്സ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പനി ലൈഫ്. കമ്പനി നമ്മൾ പെർപെക്ച്വൽ സക്സഷൻ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഏതെങ്കിലും കാരണവശാൽ കമ്പനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ കമ്പനി ഡിസോൾവ് ചെയ്യുന്നതായിരിക്കും. അസറ്റ്സും ലൈബിലിറ്റീസും ഒക്കെ നമ്മൾ കണക്കാക്കുന്നതായിരിക്കും. അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഡെപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇഫ് എനി സർപ്ലസ്, എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് മെമ്പേഴ്സിന്റെ ഇടയിൽ അത് എല്ലാവരും അത് ഷെയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി. അപ്പൊ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്? വളണ്ടറി അസോസിയേഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെക്ച്വൽ സക്സഷൻ, ലിമിറ്റഡ് ലൈബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, കോമൺ സീൽ, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, വൈൻഡിങ് അപ്പ്. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് കമ്പനീസ്. കമ്പനീസിനെ നമുക്ക് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ, കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തതിന്റെ ബേസിൽ, ലൈബിലിറ്റിയുടെ ബേസിൽ, നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ബേസിൽ, ഓണർഷിപ്പിന്റെ ബേസിൽ, കൺട്രോൾ ചെയ്യുന്നതിന്റെ ബേസിൽ, നാഷണാലിറ്റിയുടെ ബേസിൽ, അങ്ങനെ പലതരത്തിൽ നമുക്ക് കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷനിൽ നമ്മൾ വരുന്നുണ്ട്, ചാർട്ടേഡ് കമ്പനീസ് ഉണ്ട്, സ്റ്റാറ്റുറ്ററി കമ്പനീസ് ഉണ്ട്, രജിസ്റ്റേർഡ് കമ്പനീസ് ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള കമ്പനീസ് ആണ് ഇൻകോർപ്പറേഷനിൽ വരുന്നത്. ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്ന് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ചാർട്ടേഡ് കമ്പനീസ് റെഗുലേറ്റഡ് ബൈ ചാർട്ടറിലായിരിക്കും. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ചാർട്ടേഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഇപ്പൊ അങ്ങനെയുള്ള കമ്പനീസ് ഒന്നും such type of companies were in existence in India before independence, and at present such companies do not exist in India.
അടുത്ത കമ്പനീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. നിയമപരമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പാർലമെന്റിലൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ട് വെച്ചിട്ട് ആക്ട് പാസ് ചെയ്തിട്ട് ലോകസഭയിലോ അങ്ങനെ നമ്മൾ പറയില്ലേ പാർലമെന്റിൽ അതാക്കി ആക്ട് നിലവിൽ വന്നു. അതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അപ്പൊ അങ്ങനെയുള്ളതിനെയൊക്കെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയാം. അത് പബ്ലിക് ആയിട്ടുള്ള അതൊക്കെ എൻകറേജ് ചെയ്യുന്നതിനാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് ഫോം ചെയ്യുന്നത്. റെയിൽവേ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിന് ഉദാഹരണങ്ങളാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണുന്നത്. ഇങ്ങനെയുള്ള കമ്പനീസിന് സ്വന്തമായിട്ട് മെമ്മോറാണ്ടമോ ആർട്ടിക്കിൾസോ ഉണ്ടായിരിക്കില്ല. അതോ എല്ലാതും ആക്ടിൽ പ്രത്യേകം അതിന്റെ അങ്ങനെയുള്ള കമ്പനീസിന്റെ അതോറിറ്റീസ് ഒക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ പവേഴ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കമ്പനീസ് ആക്ട് 2013 അവർക്ക് അപ്ലൈ ചെയ്യാം ഇഫ് ദേ ആർ നോട്ട് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി സ്പെഷ്യൽ ആക്ട് അണ്ടർ വിച്ച് ദേ ആർ ഫോംഡ്. അങ്ങനെ പ്രത്യേകമായിട്ട് അതിലൊരു സ്പെഷ്യൽ ആക്ട് ഒന്നില്ലെങ്കിൽ 2013 ആക്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ വേണ്ടിവരില്ല. അടുത്തതാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ദീസ് ആർ ദ കമ്പനീസ് ഫോംഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. നമ്മളുടെ ഇതിലെ ഈ ആക്ടിൽ വരുന്ന കമ്പനീസ്, ഈ ആക്ടിൽ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ് ആണ് രജിസ്റ്റേർഡ് കമ്പനീസ് ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള കമ്പനീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ കമ്പനി ഫോം ചെയ്തു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള പബ്ലിക് രജിസ്ട്രേഷൻ is an essential feature of this type of companies. These companies derive their powers from the Companies Act. And memorandum ഉണ്ടായിരിക്കും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടായിരിക്കും. അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള ആക്ട് അനുസരിച്ച് അവർ ഡിറൈവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ എടുക്കാം കേട്ടോ. താങ്ക് യു.